ഹലോ എവരി വൺ, വെൽക്കം ടു എഡ്ഫിൽ ലേണിംഗ്. എഡ്ഫിൽ ലേണിങ്ങിൻ്റെ സൗജന്യമായിട്ടുള്ള UGC നെറ്റ് എക്സാമിന് സൈക്കോളജിക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക്, പേപ്പർ 2 സൈക്കോളജിക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് സൗജന്യമായിട്ടുള്ള കോഴ്സാണ് എൻലൈറ്റിലൂടെ എഡ്ഫിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ആ കോഴ്സിൻ്റെ വ്യത്യസ്ത ക്ലാസ്സുകൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇന്ന് ആ ഒരു എൻലൈറ്റിൻ്റെ കോഴ്സിൻ്റെ PYQ അനാലിസിസ് ഏത് ഭാഗമാണ്? സൈക്കോളജിക്കൽ സ്റ്റാറ്റിറ്റിക്സിൻ്റെ ഫസ്റ്റ് ഭാഗം, കോറിലേഷനുമായിട്ട് ബന്ധപ്പെട്ട ഭാഗങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്തു, ചർച്ച ചെയ്തു കഴിഞ്ഞ ക്ലാസ്സിൽ. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഫാക്ടർ അനാലിസിസ് എന്ന് പറയുന്ന ഏരിയയാണ്. ഫാക്ടർ അനാലിസിസ് 2 ഭാഗങ്ങളാക്കിക്കൊണ്ടാണ് ഈ ക്ലാസ് നമ്മൾ ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത്. ആദ്യത്തെ ഭാഗവും രണ്ടാമത്തെ ഭാഗവും കംപ്ലീറ്റ്ലി നിങ്ങൾക്ക് കേൾക്കുമ്പോഴാണ് ഫാക്ടർ അനാലിസിസുമായി ബന്ധപ്പെട്ട മുഴുവൻ PYQ ക്വസ്റ്റ്യൻസും അതോടൊപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട മുഴുവൻ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളും നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. സോ ആദ്യത്തെ ക്ലാസ്സിൽ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് കൺസെപ്റ്റ് ഓഫ് ഫാക്ടർ അനാലിസിസ്. ഫാക്ടർ അനാലിസിസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് കൺസെപ്റ്റുകൾ, എന്താണ് ഫാക്ടർ അനാലിസിസ്, അതുമായി ബന്ധപ്പെട്ട കാര്യമാണ്. രണ്ടാമത്തെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് എക്സ്പ്ലോറേറ്ററി ഫാക്ടർ അനാലിസിസ്. 2 ടൈപ്പ് ഓഫ് ഫാക്ടർ അനാലിസിസ് ആണുള്ളത്. അതിൽ ഒന്നാമത്തെ ടൈപ്പായിട്ടുള്ള എക്സ്പ്ലോറേറ്ററി ഫാക്ടർ അനാലിസിസ്, അതും അതിൻ്റെ കുറച്ച് അനുബന്ധ കാര്യങ്ങളുമാണ് ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ എന്ത് ചെയ്ത് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, which of the following methods can be used to determine the number of factors to be extracted in exploratory factor analysis? കഴിഞ്ഞ 2-3 കൊല്ലത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ അടുത്ത് ചോദിച്ച ഒരു ക്വസ്റ്റ്യനാണ് യഥാർത്ഥത്തിൽ ഈ ഒരു ക്വസ്റ്റ്യൻ എന്നുള്ളത്. ഫാക്ടർ അനാലിസിസുമായി ബന്ധപ്പെട്ട ഏരിയ എന്ന് ചോദിച്ചൊരു ചോദ്യമാണ്. എന്താണ്? which of the following methods can be used to determine the number of factors to be extracted in exploratory factor analysis? എക്സ്പ്ലോറേറ്ററി ഫാക്ടർ അനാലിസിസിൽ ഫാക്ടേഴ്സ് എക്സ്ട്രാക്ട് ചെയ്യുന്ന, നമ്പർ ഓഫ് ഫാക്ടേഴ്സ് എക്സ്ട്രാക്ട് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട മെത്തേഡ്സ് താഴെ കൊടുത്തവയിൽ ഏതെല്ലാമാണ് എന്നാണ്. താഴെ എന്തൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്? ലിസറൽ അനാലിസിസ്, സ്ക്രീ ടെസ്റ്റ്, ഐഗൻ വാല്യൂ, റൊട്ടേഷൻ. ഈ 4 എണ്ണത്തിൽ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് ടു ബി എക്സ്ട്രാക്റ്റഡ് ഇൻ എക്സ്പ്ലോറേറ്ററി ഫാക്ടർ അനാലിസിസ്, ഈ 4 എണ്ണത്തിൽ ഏതൊക്കെയാണ് അതിന് യൂസ് ചെയ്യുന്ന മെത്തേഡ്സ് എന്നാണുള്ളത്. ഓപ്ഷൻ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ABC, BAD, BD, BC. ഈ 4 ഓപ്ഷൻസ് ആണുള്ളത്. ഇതിൽ നിന്ന് ഏതൊക്കെയാണ് സെലക്ട് ചെയ്യാൻ. ഒന്നാമത്തെ PYQ. രണ്ടാമത്തെ PYQ, the orthogonal rotation is carried out in factor analysis when factors are uncorrelated, correlated, dependent upon each other, placed at 180 degree to each other. ഇതിലേതാണ് ഇതിൻ്റെ ഉത്തരം എന്നുള്ളതാണ്. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ട്രൂ അബൌട്ട് ഫാക്ടർ അനാലിസിസ്? താഴെ കൊടുത്തതിൽ ഫാക്ടർ അനാലിസിസുമായിട്ട് ചേരുന്നത് ഏതൊക്കെയാണ്, ഏതൊക്കെ സ്റ്റേറ്റ്മെൻ്റ് ആണ് എന്നാണ്. എ, ഫാക്ടർ എക്സ്ട്രാക്ഷൻ ഈസ് സ്റ്റോപ്പ്ഡ് വെൻ ഐഗൻ വാല്യൂ ബിക്കംസ് ലെസ് ദാൻ 1. ബി, ഇറ്റ് ഈസ് എൻ interdependent statistics. It is a non-parametric analysis. D, scree plot can be used to determine the number of factors to be extracted. സോ ഒരു 4 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഏതൊക്കെയാണ് എന്നാണ് അതിൻ്റെ ഓപ്ഷൻ. A and D, B and C, A, B and D, B, C and D. സോ ഇതിലേതാണ് ഫാക്ടർ അനാലിസിസ് ബന്ധപ്പെട്ടതെന്ന്. സോ ഈ ഒരു ഭാഗത്ത് നമ്മൾ ഈ ഒരു 3 ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് ഫാക്ടർ അനാലിസിസ് എന്താണ്, അതല്ലെങ്കിൽ ഫാക്ടർ അനാലിസിസുമായി ബന്ധപ്പെട്ടിട്ട് അതിൻ്റെ മെത്തേഡ് എന്താണ്, എന്തൊക്കെയാണ് അതിൻ്റെ സ്റ്റെപ്സ് എന്നുള്ളത് കൃത്യമായിട്ട് അറിയാം. ഓക്കെ, നമുക്ക് ഇനി എന്ത് ചെയ്യാം, അതിലേക്ക് കിടക്കാം. ഫാക്ടർ അനാലിസിസ് നമ്മൾ എന്താണ് എന്ന് പറയുന്നതിന് മുന്നേ തന്നെ ഒരു എക്സാമ്പിളിലൂടെ നമുക്ക് കടന്നു പോകാം. ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് ആൻ കംപ്ലീറ്റ്ലി ഇമാജിനറി ബട്ട് കോൺക്രീറ്റ് എക്സാമ്പിൾ ദാറ്റ് മൈറ്റ് മേക്ക് അണ്ടർസ്റ്റാൻഡിങ് അബൌട്ട് ഫാക്ടർ അനാലിസിസ്. ഫാക്ടർ അനാലിസിസുമായി ബന്ധപ്പെട്ടുള്ള ഒരു ചെറിയ എക്സാമ്പിൾ. ആ എക്സാമ്പിൾ പഠിക്കുമ്പോൾ, ആ എക്സാമ്പിൾ മനസ്സിലാക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും എന്താണ് ഫാക്ടർ അനാലിസിസ് എന്നുള്ളത്. Imagine that we selected a people of average fitness and subject them to various athletic events. വ്യത്യസ്ത അത്ലറ്റിക് ഇവൻറ്റ്സിലുള്ള ആളുകളെ സെലക്ട് ചെയ്യാണ്. ഏകദേശം ഒരു 100-ൽ താഴെയുള്ള ആളുകളെ സെലക്ട് ചെയ്യുന്നു. അതിൽ നിന്ന് അവരുടെ ഒരു കോറിലേഷൻ, അവരുടെ ഓരോ ഇവൻറ്റ്സും തമ്മിലുള്ള, ഓരോ ആളുകളും തമ്മിലുള്ള, ഓരോ ഇവൻറ്റ്സും തമ്മിലുള്ള കോറിലേഷൻ ടേബിളാണ് നമുക്ക് ലഭിക്കുന്നത്. ഇതാണ് ടേബിൾ. 100 മീറ്റർ, 200 മീറ്റർ. 100 മീറ്റർ എന്ന് പറഞ്ഞാൽ അത് ഓട്ട മത്സരമാണ്, അതൊരു അത്ലറ്റിക് ഇവൻ്റ് ആണ്. 100, 200, 3000 ഡിസ്കസ്, ഷോട്ട് പുട്ട്. ഈ ഒരു അത്ലറ്റിക് ഇവൻറ്റ്സ് നമ്മൾ എടുക്കുകയാണ്. ഏതൊക്കെയാണ്? 100 മീറ്റർ, 200 മീറ്റർ, 3000 ഡിസ്കസ് ത്രോ, ഷോട്ട് പുട്ട്. ഇത് നമ്മൾ എടുക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും അതിൻ്റെ ഒരു കോറിലേഷൻ ടേബിളാണ് ഇവിടെ തന്നിട്ടുള്ളത്. കോറിലേഷൻ ടേബിൾ നമുക്കറിയാം, ഏറ്റവും ഹൈ കോറിലേഷൻ വരുന്നത് യഥാർത്ഥത്തിൽ എന്താണ് അത് സൂചിപ്പിക്കുന്നത്? ഇവിടെ ഒന്ന് വായിച്ചു നോക്കുക. ഇഫ് പീപ്പിൾ ടെൻ ടു സ്കോർ അറ്റ് റഫ്ലി ദ സെയിം ലെവൽ ഓൺ 2 വേരിയബിൾസ് വി എക്സ്പെക്ട് എ കോറിലേഷൻ വാല്യൂ ക്ലോസ് ടു +1 ബിറ്റ്വീൻ 2 വേരിയബിൾ. 2 വേരിയബിൾ തമ്മിലുള്ള കോറിലേഷൻ +1ൻ്റെ അടുത്തായിട്ട് വന്നു കഴിഞ്ഞാൽ അത് സൂചിപ്പിക്കുന്നത് എന്താണ്? 100 മീറ്റർ ഓടുന്ന ഒരാൾക്ക്
100 മീറ്ററിൽ പെർഫോം ചെയ്യാൻ പറ്റുന്ന ഒരാൾക്ക് അതേപോലെ തന്നെ 200 മീറ്റർ ഓട്ട മത്സരത്തിലും എന്ത് ചെയ്യാൻ പറ്റും, പെർഫോം ചെയ്യാൻ പറ്റുമെന്നാണ് ഈ ഒരു വാല്യൂ സൂചിപ്പിക്കുന്നത്. സോ 0.80 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, there is a strong correlation between individual performance at 100 and 200 meters. അല്ല, ഈ ടേബിൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും 100-200 മീറ്റേഴ്സ് 100ൽ പെർഫോം ചെയ്യാൻ പറ്റുന്ന ഒരാൾക്ക് സ്വാഭാവികമായിട്ടും 200ഉം എന്ത് ചെയ്യാൻ പറ്റും, പെർഫോം ചെയ്യാൻ പറ്റും. ഓക്കെ, രണ്ടാമത്തേത്, there is a moderate correlation between discus throw and shot put. ഡിസ്കസും ഷോട്ട് പുട്ടും തമ്മിലുള്ള കോറിലേഷൻ വരുന്നത് എവിടെയാണ്, ഇതാ, അതൊരു മോഡറേറ്റ് ലെവലാണ്. 0.65 എന്ന് പറഞ്ഞാൽ കോറിലേഷനുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ട്. ഈ ഒരു ഡാറ്റ കോറിലേഷൻ ചെയ്യുമ്പോൾ നമ്മൾ ഏതൊക്കെ മെത്തേഡാണ് യൂസ് ചെയ്യുക, ഈ ഡാറ്റയുടെ സ്കെയിൽ അനുസരിച്ച് അതുമായിട്ട് ഡാറ്റ അനുസരിച്ച് അതിൻ്റെ നേച്ചർ അനുസരിച്ചായിരിക്കും നമ്മൾ ഏത് കോറിലേഷനാണ് ഏത് മെത്തേഡാണ് യൂസ് ചെയ്യുക കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു. സോ ഡിസ്കസ് ത്രോയും ഷോട്ട് പുട്ടും തമ്മിലുള്ള കോറിലേഷൻ എന്താണ്, 0.65 എന്ന് പറഞ്ഞ ഒരു മോഡറേറ്റ് ലെവലാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അപ്പം ഇവിടെ യഥാർത്ഥത്തിൽ നിങ്ങൾ നോക്കുക, 100-200 അതുപോലെ നല്ല കോറിലേഷൻ ഉണ്ട്. 100 മീറ്ററും ഷോർട്ട് പുട്ടും തമ്മിൽ -0.6 എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് കോറിലേഷനാണ് വന്നത്, മോഡറേറ്റ് നെഗറ്റീവ് കോറിലേഷൻ. സോ അത് മീൻ ചെയ്യുന്നത് എന്താണ്, 100 മീറ്റർ ഓടുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് 100 മീറ്ററിൽ പെർഫോം ചെയ്യാൻ പറ്റുന്ന അത്ര തന്നെ ഷോർട്ട് പുട്ടിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, പെർഫോം ചെയ്യാൻ പറ്റൂല. അതാണ് ഈ ഒരു വാല്യൂ സൂചിപ്പിക്കുന്നത്. ഓക്കെ, അപ്പം ഇവിടെ നമ്മൾ ഇൻഡ്യൂഷൻ ചെയ്യാണ്, 100 മീറ്ററിൽ പെർഫോം ചെയ്യാൻ പറ്റുന്ന ആൾക്ക് 200 മീറ്ററിൽ പെർഫോം ചെയ്യാൻ പറ്റും, നല്ല അടിപൊളിയായിട്ട് പെർഫോം ചെയ്യാൻ പറ്റും. പക്ഷേ 3000 അത്ര പെർഫോം ചെയ്യാൻ പറ്റില്ല, ഡിസ്കസ് ത്രോയിലും ഷോർട്ട് പുല്ലും അത്രയും പെർഫോം ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അത് നമ്മൾ മനസ്സിലാക്കി. ഇനി ഇൻഡ്യൂഷനിൽ നമ്മളൊരു അനുമാനിക്കുകയാണ് എന്ത്, ദാറ്റ് ദ അണ്ടർലൈങ് ഫാക്ടേഴ്സ് ദാറ്റ് എക്സ്പ്ലെയിൻ ദീസ് റിലേഷൻഷിപ്പ് ആർ സ്പ്രിൻറ്റിങ് എബിലിറ്റി, സ്റ്റാമിന ആൻഡ് സ്ട്രെങ്ത്. ഓക്കെ, ഈ ഒരു അനുമാനം നമ്മൾ ചെയ്യുകയാണ്. കാരണം 200-100 മീറ്റർ എന്ന് പറഞ്ഞാൽ അത് സ്പ്രിൻറ്റിങ് കൂടുതലുള്ള ഒരു ഏരിയ ആണ്, 100 മീറ്റർ 200 എന്ന് പറഞ്ഞാൽ. സോ അതിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട ഒരു എബിലിറ്റി സ്പ്രിൻറ്റിങ് ആണ്. അപ്പോൾ സ്പ്രിൻറ്റിങ് എബിലിറ്റി ഉള്ള ആളുകളിൽ 100-200 എന്ത് ചെയ്യാൻ പറ്റും, അത് അവർക്ക് ഏറ്റവും കൂടുതൽ പെർഫോം ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലുള്ള ഒരു ഫാക്ടേഴ്സ് നമ്മൾ കണ്ടെത്തുകയാണ്. മനസ്സിലായില്ലേ? ഈ ഒരു ടേബിൾ കണ്ടിട്ട് ഇതിൻ്റെ ഉള്ളിലുള്ള ഫാക്ടേഴ്സിനെ നമ്മൾ ഇൻഡ്യൂഷൻ ചെയ്യുകയാണെന്ത്, സ്പ്രിൻറ്റിങ് എബിലിറ്റി, സ്റ്റാമിന, സ്ട്രെങ്ത്, ഈ 3 ഫാക്ടേഴ്സാണ് ഈ ഒരു ടേബിളിൽ ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്ന് എന്ത് ചെയ്യും, നമ്മൾ അനുമാനിക്കുന്നു. റിസർച്ചേഴ്സ് യൂസ് ദ റിസൾട്ട് ഓഫ് ഫാക്ടർ അനാലിസിസ് ടു സപ്പോർട്ട് ദിസ് കൈൻഡ് ഓഫ് ഇൻ്റർപ്രിട്ടേഷൻ. അപ്പോൾ ഇത്തരത്തിലുള്ള ഇൻ്റർപ്രിട്ടേഷനിലൂടെ ഇനി എന്ത് ചെയ്യാൻ പറ്റും, ഫർദർ സ്റ്റഡീസിനൊക്കെ റിസർച്ചേഴ്സിന് യൂസ് ചെയ്യാൻ പറ്റും. സോ ഇതാണ് യഥാർത്ഥത്തിൽ ഫാക്ടർ അനാലിസിസ് എന്നുള്ളത്. എന്ന് പറഞ്ഞാൽ നമ്മൾ കാണാത്ത ഹിഡൻ ആയിട്ടുള്ള കുറച്ച് ഫാക്ടേഴ്സ്, ഹിഡൻ ആയിട്ടുള്ള കുറച്ച് ഇൻഫർമേഷൻസ് നമ്മൾ എന്ത് ചെയ്യുന്നു, കണ്ടെത്തുന്നു എന്നുള്ളതാണ്. ഓക്കെ, അപ്പം എന്താണ് ഈ ഫാക്ടർ അനാലിസിസ്? നമ്മൾ അതിൻ്റെ ഡെഫിനിഷനിലേക്ക് പോകുമ്പോൾ, is a statistical method used to identify underlying patterns or factors in a set of variables. Okay, factor analysis is used to reduce a large number of variables into smaller set of factors. അല്ലേ, നമ്മൾ ഒരുപാട് അത്ലറ്റിക് ഇവൻറ്റ്സ് എടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ചെറിയൊരു സെറ്റിലേക്ക് കൊണ്ടുവരാൻ പറ്റും. ഇപ്പോൾ സ്പ്രിൻറ്റിങ് എബിലിറ്റി ഉള്ളത്, അതിന് സ്റ്റാമിന കൂടുതൽ വേണ്ടത്, സ്ട്രെങ്ത് കൂടുതൽ വേണ്ടത് എന്നുള്ളതൊക്കെ താരതമ്യം ചെയ്യുമ്പോൾ അതിനൊക്കെ ചെറിയൊരു സെറ്റിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൊണ്ടുവരാൻ പറ്റും ഈ എല്ലാ ഇവൻറ്റ്സിനെയും. ഓക്കെ, ലേറ്റൻറ്റ് വേരിയബിൾ, ഇതിൽ വരുന്ന ഒരു ടേമാണ് ലേറ്റൻറ്റ് വേരിയബിൾ എന്നുള്ളത്. ലേറ്റൻറ്റ് വേരിയബിൾ ആർ, ഇവിടെ ലേറ്റൻറ്റ് വേരിയബിൾ, നമ്മുടെ എക്സാമ്പിൾ എന്താണ് ലേറ്റൻറ്റ് വേരിയബിൾ എന്ന് പറഞ്ഞത്, അത് സ്പ്രിൻറ്റിങ് എബിലിറ്റി, സ്റ്റാമിന ആൻഡ് സ്ട്രെങ്ത്, നമ്മൾ കണ്ടെത്തുന്ന പുതിയ വേരിയബിൾ, അതിനെയാണ് യഥാർത്ഥത്തിൽ ലേറ്റൻറ്റ് വേരിയബിൾസ് എന്ന് നമുക്ക് പറയാൻ പറ്റും. നമ്മളൊരു കോമ്പറ്റീറ്റീവ് എക്സാമിന് നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ അതിൻ്റെ ഡെഫിനിഷനേക്കാൾ എന്താണ് അത് എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. ഫാക്ടർ ലോഡിംഗ് എന്ന് പറഞ്ഞൊരു ടേം വരുന്നുണ്ട്. ഫാക്ടർ ലോഡിംഗ് എന്ന് പറഞ്ഞാൽ ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ വേരിയബിൾ ആൻഡ് ദാറ്റ് ലേറ്റൻറ്റ് ഫാക്ടർ. എന്ന് പറഞ്ഞാൽ ലേറ്റൻറ്റ് ഫാക്ടർ ഏതാണ്, സ്പ്രിൻറ്റിങ് എബിലിറ്റിയും അതുപോലെ തന്നെ ആ വേരിയബിൾ ഏത്, ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണ് 100 മീറ്ററും തമ്മിലുള്ള ഒരു റിലേഷനാണ് യഥാർത്ഥത്തിൽ ഫാക്ടർ ലോഡിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് എക്സാമ്പിൾ വെച്ചുകൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഓക്കെ, സോ ലേറ്റൻറ്റ് വേരിയബിൾ, ഫാക്ടർ അനാലിസിസ്, ഫാക്ടർ ലോഡിംഗ്, ഇത് നമ്മൾ എന്ത് ചെയ്തു, കൃത്യമായിട്ട് പഠിച്ചു. ഇനി ഫാക്ടർ അനാലിസിസുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പറയുമ്പോൾ ചാൾസ് എഡ്വാർഡ് സ്പിയർമാൻ, അദ്ദേഹത്തിൻ്റെ പേര് ഉച്ചരിക്കാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഫാക്ടർ അനാലിസിസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് അദ്ദേഹം ഒരു പയനീർ ഓഫ് ഫാക്ടർ അനാലിസിസ് എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും,
പറയാൻ പറ്റും. അദ്ദേഹം അതിന് തുടക്കം കുറിച്ചു എന്നുള്ളത്. 1897 അദ്ദേഹം കമ്മീഷന് റിസൈൻ ചെയ്യാണ് ടു സ്റ്റഡി എക്സ്പെരിമെന്റൽ സൈക്കോളജി അറ്റ് യൂണിവേഴ്സിറ്റി ഓഫ് ലെപ്സിക് അണ്ടർ വില്യം വൂണ്ടിന്റെ അണ്ടറിൽ അദ്ദേഹം എന്ത് ചെയ്യാണ് എക്സ്പെരിമെന്റൽ സൈക്കോളജിയുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം തന്റെ കമ്മീഷൻ അദ്ദേഹം മിലിറ്ററിയുമായിട്ട് ബന്ധപ്പെട്ട് ജോലിയിൽ നിന്ന് വിരമിച്ചിട്ട് അദ്ദേഹം എന്ത് ചെയ്യാണ് ഈ ഒരു എക്സ്പെരിമെന്റൽ സൈക്കോളജിയിൽ ജോയിൻ ചെയ്യാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ബേസ്ഡ് ഓൺ ഹിസ് ഫാക്ടർ അനാലിറ്റിക്, അദ്ദേഹത്തിന് കൂടുതൽ എക്സ്പെരിമെന്റൽ സൈക്കോളജി ആയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അദ്ദേഹത്തിന് ബേസ്ഡ് ഓൺ ഹിസ് ഫാക്ടർ അനാലിറ്റിക് വർക്ക്സ് സ്പിയർമാൻ proposed his famous two-factor theory of intelligence. നമുക്കറിയാം ജി ഫാക്ടർ എക്സ് ഫാക്ടർ ആയിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഇന്റലിജൻസിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. സോ ആ ഒരു അദ്ദേഹത്തിന്റെ ആ ഒരു വർക്കാണ് യഥാർത്ഥത്തിൽ ഫാക്ടർ അനാലിസിസുമായിട്ട് വലിയൊരു രൂപത്തിൽ സ്റ്റഡീസ് എന്ത് ചെയ്യുന്നത്, നടക്കുന്നത്. അതിന് തുടക്കം കുറിച്ചത് അദ്ദേഹത്തിന്റെ ഈ ഒരു വർക്കാണ് എന്നുള്ളത് ജസ്റ്റ് എന്ത് ചെയ്യാണ് നമ്മൾ സാന്ദർഭികമായിട്ട് സൂചിപ്പിക്കുകയാണ്. ചാൾസ് എഡ്വേർഡ് സ്പിയർമാൻ ഫാക്ടർ അനാലിസിസുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട് എന്നുള്ളത് മാത്രം. ഓക്കെ, ഇനി 2 ടൈപ്പ് ഓഫ് ഫാക്ടർ അനാലിസിസ്, 2 ടൈപ്പ് ഓഫ് ഫാക്ടർ അനാലിസിസ് ഉണ്ട്. ഏതൊക്കെയാണ്? എക്സ്പ്ലോറേറ്ററി ഫാക്ടർ അനാലിസിസ് EFA എന്ന് പറയും, കൺഫർമേറ്ററി ഫാക്ടർ അനാലിസിസ് CFA എന്നും പറയും. എന്താണ് ഈ 2 ടൈപ്പ് എന്നുള്ളത് നമുക്ക് നോക്കാം. എക്സ്പ്ലോറേറ്ററി ഫാക്ടർ അനാലിസിസ് യൂസ്ഡ് ടു എക്സ്പ്ലോർ, ആ ഒരു കീവേഡിൽ തന്നെ, ആ ഒരു വാക്കിൽ തന്നെ ഉണ്ട് യഥാർത്ഥത്തിൽ അതിൻ്റെ മീനിങ്. യൂസ്ഡ് ടു എക്സ്പ്ലോർ ദ അണ്ടർലൈൻ സ്ട്രക്ചർ ഓഫ് എ സെറ്റ് ഓഫ് ഒബ്സർവ്ഡ് വേരിയബിൾ വിത്തൗട്ട് ഇമ്പോസിങ് എ പ്രീ ഡിഫൈൻഡ് സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മൾ കണ്ടെത്തിയത് സ്പ്രിന്റിംഗ് എബിലിറ്റി, സ്റ്റാമിന, സ്ട്രെങ്ത്, ഈ 3 കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്തു, നേരത്തെ കണ്ടെത്തി. അതാണ് യഥാർത്ഥത്തിൽ എക്സ്പ്ലോറേറ്ററി ഫാക്ടർ അനാലിസിസ് എന്ന് പറയുന്നത്. എന്താണ്? നമ്മൾ ഒരു അണ്ടർലൈൻ സ്ട്രക്ചേഴ്സ് ഓഫ് എ സെറ്റ് ഓഫ് ഒബ്സർവ്ഡ് വേരിയബിളിൽ നിന്ന് വിത്തൗട്ട് ഇമ്പോസിങ് എ പ്രീ ഡിഫൈൻഡ് സ്ട്രക്ചർ, മുന്നേ ഒരു സ്ട്രക്ചറോ അല്ലെങ്കിൽ ഒരു പ്രീവിയസ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസോ ഒന്നും ഇല്ലാതെ തന്നെ നമ്മൾ അതിലുള്ള വേരിയബിൾസിനെ കണ്ടുപിടിക്കുന്നതാണ് യഥാർത്ഥത്തിൽ എന്ത്, അത് എക്സ്പ്ലോർ ചെയ്യുന്നതാണ് യഥാർത്ഥത്തിൽ എക്സ്പ്ലോറേറ്ററി ഫാക്ടർ അനാലിസിസ് എന്നുള്ളത്. കഴിഞ്ഞോ? ഇല്ല, അത് ഫസ്റ്റത്തെ സ്റ്റെപ്പാണ് യഥാർത്ഥത്തിൽ. എക്സ്പ്ലോറേറ്ററി ഫാക്ടർ അനാലിസിസിന്റെ ഫസ്റ്റത്തെ സ്റ്റെപ്പാണ് എന്ത്, അത് കണ്ടുപിടിക്കുക എന്നുള്ളത്. ഇപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചു സ്പ്രിന്റിംഗ് എബിലിറ്റി, സ്റ്റാമിന, സ്ട്രെങ്ത്, ഈ ഒരു കോറിലേഷൻ ടാബിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്തു, കൃത്യമായിട്ട് കണ്ടുപിടിച്ചു. ഇതിൽ ഹിഡൻ ആയി കിടക്കുന്ന ഒരു 3 ഫാക്ടേഴ്സ് ഉണ്ട് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ കണ്ടെത്തി. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ്, അടുത്ത സ്റ്റെപ്പ് എന്താ? കണ്ടെത്തിയതിന് ശേഷം ദ മോസ്റ്റ് ബേസിക് സോർട്ട് ഓഫ് ഫാക്ടർ അനാലിസിസ് ദ പ്രിൻസിപ്പൽ കമ്പോണന്റ് മെത്തേഡ്. പ്രിൻസിപ്പൽ കമ്പോണന്റ് മെത്തേഡിലൂടെ അതിനെ സോർട്ട് ചെയ്യാണ്. എങ്ങനെ? ചെറുതിൽ നിന്ന് ഏറ്റവും കൂടുതൽ അത് ബന്ധപ്പെട്ട് കിടക്കുന്നത് ഏത് ഫാക്ടറുമായിട്ടാണ്. ഈ വേരിയബിൾ ഏറ്റവും കൂടുതൽ വേരിയബിൾസ് എന്ന് പറഞ്ഞാൽ ആദ്യമുള്ള വേരിയബിൾസ് ഏറ്റവും കൂടുതൽ ബന്ധപ്പെട്ട് കിടക്കുന്നത് ഏത് ലേറ്റന്റ് വേരിയബിളുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യാണ്, ചെക്ക് ചെയ്യാണ്. അത് നമ്മൾ കണ്ടെത്തുകയാണ്, അതിനെ സോർട്ട് ചെയ്യാണ്. അതാണ് യഥാർത്ഥത്തിൽ പ്രിൻസിപ്പൽ കമ്പോണന്റ് മെത്തേഡിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നത്. അതിൽ വേരിയസ് ഫാക്ടേഴ്സ് ഇൻ എ സെറ്റ് ഓഫ് ഡാറ്റ ആർ എക്സ്ട്രാക്റ്റഡ് അക്കോർഡിംഗ് ടു ദെയർ ഇമ്പോർട്ടൻസ്. അതിൻ്റെ ഇമ്പോർട്ടൻസ് അനുസരിച്ചായിരിക്കും അതിനെന്ത് ചെയ്യുക, എക്സ്ട്രാക്ഷൻ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ഇനി ഹൗ ദ ഫാക്ടർ എക്സ്പ്ലെയിൻസ് ദ വേരിയബിൾ, ഇറ്റ് ഈസ് കാൾഡ് ഏഗൻ വാല്യൂ. ഐഗൻ വാല്യൂ എന്ന് പറഞ്ഞ ഒരു ടേം ഉണ്ട്. എന്താണത് യഥാർത്ഥത്തിൽ? ഏഗൻ വാല്യൂ ഓർ കൈസേഴ്സ് ക്രൈറ്റീരിയോൺ, മാത്തമെറ്റിക്കൽ ഇക്വേഷൻ ഓർ എ ടേം എന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനെ പറയാൻ പറ്റും വെരി സിംപ്ലി. അപ്പം അതിൽ ഈ ഒരു എക്സ്ട്രാക്ഷൻ ചെയ്യുന്ന സിറ്റുവേഷനിൽ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് എന്ത്, ഏഗൻ വാല്യൂ എന്നുള്ളത്. അത് ഹൗ ദ ഫാക്ടേഴ്സ് എക്സ്പ്ലെയിൻ ദ വേരിയബിൾ, ഫാക്ടേഴ്സ് എങ്ങനെ അതിൻ്റെ വേരിയബിളിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നു, എത്ര റിലേഷൻ ഉണ്ട് എന്നുള്ളത് ഏതൊരു മുഖേനയാണ് നമ്മൾ കണ്ടെത്തുക, ഏഗൻ വാല്യൂ മുഖേനയാണ്. നോക്കുക, അതിൻ്റെ മറ്റൊരു പേരും നമ്മൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക, ക്വസ്റ്റ്യൻ ചോദിക്കാവുന്നതാണ്. ഇഫ് ഏഗൻ വാല്യൂ ഈസ് greater than 1, the factor explains more variance than a single observed variable. ഏഗൻ വാല്യൂ 1നേക്കാൾ കൂടുതലാണ് എന്നുണ്ടെങ്കിൽ ആ ഫാക്ടർ എന്ത് ചെയ്യുന്നുണ്ട്, ആ വേരിയബിൾ ആ ഒരു ഫാക്ടറും തമ്മിലുള്ള നല്ല എഫക്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, എന്ന് നമുക്ക് പറയാൻ പറ്റും. ഏത് 1നേക്കാൾ കൂടുതലാണ് ഏഗൻ വാല്യൂ എന്നുണ്ടെങ്കിൽ. ഇനി ഇഫ് ഏഗൻ വാല്യൂ ഈസ് ലെസ് ദാൻ 1നേക്കാൾ കുറവാണ് ഏഗൻ വാല്യൂ എന്നുണ്ടെങ്കിൽ ഇറ്റ് നോട്ട് എഫക്റ്റിംഗ് ദ ഡാറ്റ, അത് ഡാറ്റയെ എന്ത് ചെയ്യുന്നില്ല, എഫക്റ്റ് ചെയ്യുന്നില്ല. ഇതെങ്ങനെയാണ് നമ്മൾ കണ്ടെത്തുക? ഏഗൻ വാല്യൂ കണ്ടതിന് ശേഷം ഇത് ഏതൊക്കെ ഫാക്ടേഴ്സ് ഏതൊക്കെ വേരിയബിളിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്, ഏതൊക്കെ ഫാക്ടേഴ്സ് ഏതൊക്കെ വേരിയബിളിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നില്ല എന്നൊക്കെ നമ്മൾ കണ്ടെത്തുന്നത് സ്ക്രീ പ്ലോട്ട് മുഖാന്തരമാണ്. എന്താണ് സ്ക്രീ പ്ലോട്ട്? ഇസ് എ ലൈൻ ഗ്രാഫ് ദാറ്റ് ഷോസ് ദ ഏഗൻ വാല്യൂ ഓൺ y ആക്സിസ് ആൻഡ് ഫാക്ടേഴ്സ് ഇൻ x ആക്സിസ് എന്ന് പറഞ്ഞാൽ, ഏഗൻ വാല്യൂ എന്ന് പറഞ്ഞാൽ നമ്മൾ അതിൻ്റെ എക്സാമ്പിൾ പറയുന്നത് സ്ക്രീ പ്ലോട്ടിലൂടെയാണ് ഏഗൻ വാല്യൂ y ആക്സിസിലും അതുപോലെ തന്നെ ഫാക്ടേഴ്സ് x ആക്സിസിലും. നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ
ഏഗൻ വാല്യൂ വൈ ആക്സിസിലും അതിൻ്റെ ഫാക്ടേഴ്സ് എക്സ് ആക്സിസിലും നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പം അതാണ് യഥാർത്ഥത്തിൽ എന്ത് സ്ക്രീ പ്ലോട്ട് എന്നാൽ അതൊരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ആണ്. എന്തിന് ഏതൊക്കെ ഫാക്ടേഴ്സ് എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റും, ആ ഒരു കൊടുത്ത വേരിയബിളിൻ്റെ റിലേഷൻ നോക്കിയിട്ട് ഏതൊക്കെ ഫാക്ടേഴ്സ് എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റും, ഏതൊക്കെ ഫാക്ടേഴ്സ് നെഗ്ലക്റ്റ് ചെയ്യാൻ പറ്റും, ഏതൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത് സ്ക്രീ പ്ലോട്ടിലൂടെയാണ്. ഓക്കെ, സ്ക്രീ പ്ലോട്ട് യൂസ്ഡ് ടു ഡിറ്റർമൈൻ ദ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് ടു ബി എക്സ്ട്രാക്റ്റഡ്. അത് ആ സ്ക്രീ പ്ലോട്ട് നോക്കിയിട്ടാണ് നമ്മൾ ചെയ്യുക. നോക്കുക, എക്സാമ്പിൾ നോക്കുക. ഏഗൻ വാല്യൂ ഇവിടെ ഈ റെഡ് ലൈനിൽ കൊടുത്തിട്ടുള്ളത് 1 ആണ്. നമ്മൾ പറഞ്ഞു 1ൻ്റെ മുകൾക്കുള്ളത് എന്ത് ചെയ്യാം, അത് നമുക്ക് എന്ത് ചെയ്യാം, എക്സ്ട്രാക്ട് ചെയ്യാൻ വേണ്ടി എടുക്കാം, അതിൽ നിന്ന് ഫാക്ടേഴ്സ് ആയിട്ട് എടുക്കാം. താഴെ ഉള്ളത് എന്ത് ചെയ്യാം, എടുക്കാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പം ദിസ് ഗ്രാഫ് ഷോസ് 3 ഫാക്ടേഴ്സ് ക്യാൻ ബി എക്സ്ട്രാക്റ്റഡ്. കാരണം എന്താ, 1 2 3 3 ഫാക്ടേഴ്സ് ആണ് ഇതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റുന്നത് എന്ന് ഈ ഒരു ഗ്രാഫ് നോക്കിയിട്ട് നമുക്ക് തീരുമാനിക്കാൻ പറ്റും. സോ സ്ക്രീ പ്ലോട്ട് എന്താ ചെയ്യുന്നത്, സ്ക്രീ പ്ലോട്ട് യൂസ് ടു ഡിറ്റർമൈൻ ദ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് ടു ബി എക്സ്ട്രാക്റ്റഡ്. ഓക്കെ, പിന്നെ ഇഫ് ഏഗൻ വാല്യൂ നമ്മൾ പറഞ്ഞു. ഓക്കെ, ഈ ഒരു കാര്യം നമ്മൾ എന്ത് ചെയ്തു പറഞ്ഞു. ഇനി നമ്മുടെ PYQ, ഒന്നാമത്തെ PYQയിലേക്ക് നമുക്ക് പോവാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് മെത്തേഡ്സ് ക്യാൻ ബി യൂസ്ഡ് ടു ഡിറ്റർമൈൻ ദ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് ടു ബി എക്സ്ട്രാക്റ്റഡ് ഇൻ എക്സ്പ്ലോറേറ്ററി ഫാക്ടർ അനാലിസിസ്. എക്സ്പ്ലോറേറ്ററി ഫാക്ടർ അനാലിസിസിൽ നമ്മൾ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് ടു ബി എക്സ്ട്രാക്റ്റഡ്, എത്ര ഫാക്ടേഴ്സ് ആ ഒരു ഡാറ്റയിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റും എന്നുള്ളത് നമ്മൾ എങ്ങനെയാണ്, ഏതൊക്കെ മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് കണ്ടെത്തുക. ഓപ്ഷൻ എന്താണ്, ലിസറൽ അനാലിസിസ്. ലിസറൽ അനാലിസിസ് നമ്മൾ എന്ത് ചെയ്യും, ചർച്ച ചെയ്യും. അത് യഥാർത്ഥത്തിൽ എക്സ്പ്ലോറേറ്ററി ഫാക്ടർ അനാലിസിസിൻ്റെ അണ്ടറിൽ വരുന്നതല്ല, അത് കൺഫർമേറ്ററി ഫാക്ടർ അനാലിസിസിൻ്റെ അണ്ടറിൽ വരുന്നതാണ്. അത് ലേറ്റർ നമ്മൾ എന്ത് ചെയ്യും, ഡിസ്കസ് ചെയ്യും. പിന്നെ സ്ക്രീ ടെസ്റ്റ് നമ്മൾ പറഞ്ഞു, സ്ക്രീ ടെസ്റ്റ്, സ്ക്രീ പ്ലോട്ട് ഒക്കെ നമ്മൾ നേരത്തെ പറഞ്ഞു. എന്താണത്, അത് യഥാർത്ഥത്തിൽ ഫാക്ടേഴ്സ് ടു ബി എക്സ്ട്രാക്റ്റഡ് കണ്ടെത്തുന്ന ഒരു മെത്തേഡ് തന്നെയാണ് സ്ക്രീ ടെസ്റ്റ്. അതേപോലെ തന്നെ ഏഗൻ വാല്യൂ. ഏഗൻ വാല്യൂ എന്താണ് നമ്മൾ പറഞ്ഞു, ഏഗൻ വാല്യൂ എന്ന് പറഞ്ഞാൽ അത് ഒന്നിനേക്കാൾ ഇഫ് ഏഗൻ വാല്യൂ ഈസ് ഒന്നിനേക്കാൾ കൂടുതലാണെങ്കിൽ ഫാക്ടേഴ്സ് എക്സ്പ്ലെയിൻസ് മോർ വേരിയൻസ് ദാൻ എ സിംഗിൾ ഒബ്സർവ്ഡ് വേരിയബിൾ. അപ്പോൾ അത് നമുക്ക് എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. സോ എക്സ്ട്രാക്ഷൻ ഹെൽപ്പ് ചെയ്യുന്ന 2 മെത്തേഡ്സ് ആണുള്ളത്. ഏത്, സ്ക്രീ ടെസ്റ്റും ഏഗൻ വാല്യൂ. റൊട്ടേഷനും നമ്മൾ യഥാർത്ഥത്തിൽ എക്സ്ട്രാക്ഷന് വേണ്ടി യൂസ് ചെയ്യുന്നതല്ല, അത് നമ്മുടെ ഡാറ്റയെ ഫാക്ടർ അനാലിസിസ് ചെയ്തതിന് ശേഷം ഡാറ്റയെ റീചെക്ക് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ്, ഒരു മെത്തേഡാണ് റൊട്ടേഷൻ എന്നുള്ളത്. അതും നമ്മൾ എന്ത് ചെയ്യും, അടുത്ത ക്ലാസ്സിലൂടെ നമ്മൾ എന്ത് ചെയ്യും, ഡിസ്കസ് ചെയ്യും. ഓക്കെ, അപ്പം ഇതിൽ വരുന്നത് ഏതൊക്കെയാണ് ശരി ഉത്തരം, B and C എന്ന് പറഞ്ഞാൽ നമ്മൾ ഉത്തരം ഏതൊക്കെ വരിക, B and C. സോ ഒന്നാമത്തെ PYQ നമ്മൾ പഠിച്ചു. ഏത് ഏരിയയാണ്, എക്സ്പ്ലോറേറ്ററി ഫാക്ടർ അനാലിസിസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏരിയയാണ്, അതിൻ്റെ മെത്തേഡ്സ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻസ്. സോ ഈ ഒരു ക്ലാസ്സിൽ വളരെ ചുരുക്കം ചെറിയൊരു സമയം കൊണ്ട് ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് ആവശ്യമായിട്ടുള്ള ഫാക്ടർ അനാലിസിസിൻ്റെ ആദ്യ ഭാഗത്ത് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. കൺസെപ്റ്റ് ഓഫ് ഫാക്ടർ അനാലിസിസ് നമ്മൾ ചെക്ക് ചെയ്തു. എക്സ്പ്ലോറേറ്ററി ഫാക്ടർ അനാലിസിസ് കംപ്ലീറ്റ്ലി നമ്മൾ പഠിച്ചിട്ടില്ല, അതിൻ്റെ മെത്തേഡ്സ് പറഞ്ഞു. ഇനി അതിൻ്റെ റീചെക്ക് ആയിട്ടുള്ള റൊട്ടേഷനുമായിട്ട് ബന്ധപ്പെട്ട അതിൻ്റെ അവസാന ഒരു സ്റ്റെപ്പും കൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാണ്ട്, അത് നമ്മൾ എന്ത് ചെയ്യും, ലേറ്റർ അടുത്ത ക്ലാസ്സിൽ നമ്മൾ എന്ത് ചെയ്യും, ഡിസ്കസ് ചെയ്യും. അത് നമ്മൾ കണ്ടിന്യൂ ചെയ്യും അടുത്ത ക്ലാസ്സിൽ. സോ ഈ ഒരു ഒന്നാമത്തെ PYQ ഡിസ്കസ് ചെയ്തു. ഇനി 2-3 PYQs ഉണ്ട്, അതൊക്കെ അടുത്ത ഭാഗവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. സോ ഈ ഒരു ക്ലാസ് നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് കേൾക്കുക. അതോടൊപ്പം നമ്മുടെ ഫ്രീ ആയിട്ടുള്ള എൻലൈറ്റിൻ്റെ ഈ ഒരു കോഴ്സിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ ലിങ്ക് ഉണ്ട് വാട്സപ്പിൻ്റെ, അത് ത്രൂ നിങ്ങൾ എന്ത് ചെയ്യാം, ജോയിൻ ചെയ്യാം. അതോടൊപ്പം നിങ്ങളുടെ വിലയേറിയ കമൻസൊക്കെ എന്ത് ചെയ്യാം, വീഡിയോയിൽ അറിയിക്കാം. ഓക്കെ, താങ്ക് യു.